ഇത് മാസ് മോട്ടോഴ്സിൽ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അപ്പോൾ ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിററിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല, അതൊന്ന് ചെക്ക് ചെയ്തിടണം. റൈറ്റ് സൈഡ് ഫ്രണ്ട് ഗ്രില്ല് അതിൻ്റെ ക്ലാമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ അതൊരു ക്ലിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ ഒരു സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ടൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായില്ല. ആ ക്ലിപ്പൊക്കെ ഫ്രണ്ടിലത്തെ പൊട്ടി കിടക്കണതിൻ്റെ ചെറിയൊരു സൗണ്ടൊക്കെ ഉണ്ടായി, അതല്ലാതെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്നൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി, ബാക്ക് വീൽ തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ടയറൊക്കെ പുതിയ ടയറാണ് കിടക്കുന്നത്. ബെയറിങ്ങിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഗിയർ ബോക്സിൻ്റെ ഓയിൽ നോക്കി നല്ല ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ചേക്കണത് കൊണ്ടാണ്. ഫ്രണ്ട് വീല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ചെയ്യും കേട്ടോ. നിലവിൽ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. പക്ഷേ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് പിന്നീട് നമുക്ക് മാറ്റേണ്ട സമയത്ത് മാറ്റിയിടുമ്പോൾ കമ്പനി ഒറിജിനൽ എയർ ഫിൽറ്റർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് എഞ്ചിനകത്തേക്ക് കാർബൺ കൂടുതൽ കയറാനൊക്കെ ഒരു കാരണമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് മാറ്റുമ്പോൾ അത് കമ്പനി ഒറിജിനൽ ജെന്യൂൻ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ച് ഭാഗം ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. കൂട്ടത്തിൽ കൂടെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് നമുക്ക് കിടക്കുന്ന കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങൾ ചെക്ക് ചെയ്തു, ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, ക്ലച്ച് യൂണിറ്റ് ചെക്ക് ചെയ്തു. വേറെ പറയത്തേക്ക് കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് റിസീറ്റ് ചെയ്ത് കളയും. അതുപോലെ കിക്ക് റിവീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തു. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തിട്ടുണ്ട്, വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിൾ, ഈ രണ്ട് കേബിളുകളും നോക്കിയിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞില്ല. അതായത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ പെട്രോളോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ മിസ്സിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ കാർബറേറ്റർ അഴിക്കേണ്ട കാര്യമുള്ളൂ. കാരണം നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അഴിച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തൽക്കാലം അത് അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ലിങ്ക് ബുഷൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചു. അപ്പോൾ നമുക്ക് ഈ ലിങ്കിൻ്റെ ഉള്ളിലുള്ള കോളർ ബുഷ് തേമാനം കാണുന്നുണ്ട്. അപ്പോൾ അത് മാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഗ്രീൻ ബുഷൊന്നും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ എല്ലാം അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ടയറായാലും അത്യാവശ്യം നല്ല ടയറാണ് കേട്ടോ. MRFൻ്റെ കിടക്കണേ നല്ല ടയറാണ്. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. ഡാംറോണിൻ്റെ ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്, വാറണ്ടിയിലുള്ളതാണ് ബാറ്ററി. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെന്നുള്ളൂ. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.30 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ ഓൾറൗണ്ട് ഗാർഡിൻ്റെ ഈ സൈഡിൽ ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് ഇട്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് വെൽഡയിൽ പോസിബിൾ അല്ല, ചൊവ്വ ആവുകയില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ക്ലിപ്പ് ഇട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയ ഫിൽറ്ററാണ്. എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ എൻജിൻ ഓയിലും മാറ്റി സർവീസ് വർക്കാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു 5 മണി 6 മണിയൊക്കെ ആവും കേട്ടോ വർക്ക് വാഷിംഗ് അടക്കം കഴിഞ്ഞ് വരുമ്പോൾ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ വീഡിയോ സഹിതം ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തിട്ടാണ്. ഓക്കെ.